ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലവും നമുക്കൊന്നിച്ച് ദൈവസനെ കടന്നു വരുവാൻ, പ്രാർത്ഥിപ്പാൻ, സങ്കീർത്തന പ്രബോധനങ്ങളൊക്കെ കേൾക്കുവാൻ സ്വർഗ്ഗം നമ്മുടെ ജീവിതത്തിന് വലിയിടയാക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ക്ഷേമമായി കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം പറയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇടയാകട്ടെ. ഇന്നത്തെ ദൈവിക ധ്യാനത്തിനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:5. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണല്ലോ ഇത്. യെശയ്യാ പ്രവാചകനിലൂടെ ഹല്ലേലൂയ ദൈവം സംസാരിക്കുന്നതാവുന്നല്ലോ. ഹല്ലേലൂയ ഉപവാസം എന്ന് പറയുന്നത് ഇതാകുന്നോ? എനിക്കിഷ്ടമുള്ളവ, ദൈവത്തിന് പ്രസാദകരമായ ഉപവാസം ഇങ്ങനെയാകുന്നോ എന്നുള്ള ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഗ്രാഹ്യമുള്ളവരെന്നല്ല ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം എന്നിൽ ഹല്ലേലൂയ ഗ്രഹിപ്പിച്ചു തന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഭക്ഷണം ഉപേക്ഷിക്കുന്ന പ്രവൃത്തി എന്ന് മാത്രമല്ല, ദൈവത്തോട് കൂടുതൽ അടുത്തു വരണം. ഹല്ലേലൂയ. സ്വയം താഴ്ത്തി പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ സമർപ്പിക്കുക ആത്മീയ അഭ്യാസനമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ നമ്മൾ ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, ഹല്ലേലൂയ ഒക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ഹല്ലേലൂയ ഉപവസിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരിക്കണം. ദൈവത്തോട് കൂടെ ഇരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഹല്ലേലൂയ. എത്ര ദിവസമെന്നോ ഹല്ലേലൂയ എങ്ങനെയാണെന്നുള്ളത് നമ്മളെടുത്ത തീരുമാനം ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് നാം തീരുമാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ നമ്മൾ ആശ്രയിച്ച് നമ്മൾ ഉപവാസങ്ങളൊക്കെ എടുക്കുന്ന ഹല്ലേലൂയ. അവിടെ ദിവസത്തിനൊന്നും പ്രാധാന്യമില്ല, നമ്മുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം. ദൈവഹിത പ്രകാരമാണോ നമ്മൾ തീരുമാനമെടുക്കുന്നത്, ഇരിക്കുന്നത് എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ ഉപവാസം എടുത്ത ഒത്തിരി പേരെ നമുക്ക് കാണാം. മോശ 40 ദിവസം പർവ്വതത്തിന് മുകളിലാണ് ഉപവസിച്ചത്. തേജോമനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉപവസിക്കുവാൻ ഇടയായത് നമുക്കറിയാം. ദാവീദ് കൊട്ടാരത്തിൽ ഉപവസിക്കുന്നുണ്ട്. ദാനിയേൽ 21 ദിവസം ഉപവസിക്കുന്ന നമുക്ക്, ഏലിയാവ് ഉപവസിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എസ്തേർ ഉപവസിക്കുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആദിമ സഭ ഉപവസിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു ഉപവസിച്ചിട്ടുണ്ട്, പൗലോസ് ഉപവസിച്ചിട്ടുണ്ട്. ഒത്തിരി ഉപവാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ടുള്ളതും കൂട്ടമായിട്ടുള്ളതും ഒക്കെയുള്ള ഉപവാസങ്ങളുണ്ട്. ഉപവസിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രസാദകരമാണോ നമ്മളുടെ ഉപവാസമെന്ന് ഹല്ലേലൂയ നാം മനസ്സിലാക്കണം. മത്തായി 6-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന് ഹല്ലേലൂയ, അത് പിതാവ് നിനക്ക് പ്രതിഫലം തരും. അന്നേരം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കഴിക്കുന്ന ഉപവാസം ഹല്ലേലൂയ രഹസ്യത്തിൽ കഴിക്കുന്ന പിതാവിനോട് കഴിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. രഹസ്യത്തിൽ കഴിക്കുന്ന പിതാവിനോടാണ് നമ്മൾ ഉപവസിക്കുന്നത്. ഉപവസിക്കുമ്പോഴേ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ കാണിക്കുന്നതിനല്ല, അല്ലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല. ഹല്ലേലൂയ. അന്ന് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഉപവസിക്കുന്ന ആഴ്ചയിൽ 2 വട്ടമൊക്കെ അവർ ഉപവസിക്കുമായിരുന്നു. അവർ മനുഷ്യന് വിളങ്ങേണ്ടതിനായിട്ടാണ് പലതും ചെയ്തു കൂട്ടിയത്. എന്നാൽ അങ്ങനെയല്ല, രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ ദൈവത്തോട് ഹല്ലേലൂയ നാം ഉപവസിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ അതിൻ്റെ കാര്യം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഉപവാസം എന്ന് പറഞ്ഞേച്ച് ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്കില്ലെങ്കിൽ ആ ഉപവാസത്തിന് കൊണ്ട് പ്രയോജനമില്ല. ദൈവവും നാമുമായിട്ടുള്ള ബന്ധം അത് ഹല്ലേലൂയ സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഈ ഉപവാസത്തിന് പ്രയോജനമില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവദാസൻ പറയാം, ഉറക്ക വിളിക്കുക,
അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തിയേച്ച് എന്റെ ജനത്തിന്റെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാവങ്ങളെ ഇറക്കി. ദൈവം ശേവനോട് പറയുക, നീ അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തിയേച്ച് എന്റെ ജനത്തിന്റെ ലംഘനം, യാക്കോബ് ഗൃഹത്തിന്റെ പാപം, ലംഘനവും പാപവും ഇത് അറിയിക്കണം, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ഉപവസിച്ച് പ്രയോജനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം ഉണ്ടാകുകയില്ല. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലംഘനം നമ്മൾ കിടക്കുന്നുണ്ടോ, പാപമുണ്ടോ, ഇത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ ഇടയാകണം. ദിനം പ്രതി ഹല്ലേലൂയ ദൈവസന്നിധി ഇവര് ദൈവം ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുക, ഇവരെ ലംഘനമുണ്ട്, ഇവരുടെ പാപമുണ്ട്. ഇത് വെച്ചോണ്ട് ഇവരെന്ത് ചെയ്യുക, ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. ഇവരുടെ കൈ പാപവുമുണ്ട്, ലംഘനമുണ്ട്. പക്ഷെങ്കിൽ ഇവരെന്തുവാ, ദിനം പ്രതി അവർ ആഗ്രഹിക്കുക, എന്റെ വഴി അറിയാൻ അവർ ഇച്ഛിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹമില്ലായ്മയൊന്നുമില്ല, അവർക്ക് ആഗ്രഹമുണ്ട്. താഴോട്ട് വരുന്നുണ്ട്, പറയുന്നുണ്ട് ദൈവത്തോട് അടുപ്പാൻ അവർ വാഞ്ചിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്കുണ്ട്. പക്ഷേ എന്ത് പറ മധ്യത്തിലുണ്ട്, ലംഘനമുണ്ട്, പാപമുണ്ട്. ഇത് വെച്ചോണ്ടാ ഇവരെന്ത് ചെയ്യുന്നത്, ഉപവസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയില് നാം ഉപവസിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യകതയാ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ അവർ ചോദിക്കുക, ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, ഞങ്ങൾ ആത്മപതനം ചെയ്യുന്നുണ്ട്, എന്നുവെച്ചെന്താ ഞങ്ങൾക്ക് മറുപടി കിട്ടാത്തത്? പലരുടെയും ചോദ്യം ഇത്. ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ മറുപടി കിട്ടാത്തത്? ദൈവമക്കളെ, ദൈവം മറുപടി തരും. ഹല്ലേലൂയ. ദൈവം ഉത്തരമരുളുന്ന ദൈവമാ. പക്ഷെങ്കിൽ നാം എന്ത് ചെയ്താലും ദൈവത്തിന് പ്രസാദകരമാവുന്ന രീതിയിൽ അത് ചെയ്യണം. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവരിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവം പ്രവാചകനോട് പറയും, ഇവരോട് വിളിച്ചു പറ. പെതുക്കെ പറഞ്ഞാൽ പോരാ, കാഹളം പോലെ ഇവരോട് വിളിച്ചു പറയണം. ഇവരുടെ ഉള്ളിൽ ചില പാപം ഇരിപ്പുണ്ട്, ഇവരുടെ ഉള്ളിൽ ചില ലംഘനം ഇരിപ്പുണ്ട്. അത് വെച്ചോണ്ടാ ഇവർ ഈ നടക്കുന്നത്, അത് വെച്ചോണ്ടാ ഇവർ ഇത് ഉപവസിക്കുന്നത്, അത് വെച്ചോണ്ടാ ഇവർ ദൈവത്തോട് ആത്മതപനം ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് കൊള്ളത്തില്ല. ഇത് വിളിച്ചു പറയാൻ പറയുക. ഹല്ലേലൂയ. എന്നുവെച്ച് ഹല്ലേലൂയ ഞങ്ങൾ നോമ്പ് നോക്കുന്നത് ഉണ്ട്, ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, ഹല്ലേലൂയ എല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ മറുപടി കിട്ടാത്തത്? ഞാൻ കർത്താവരോട് പറയുക, നിങ്ങൾ ഉപവസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഉപവാസം, പ്രാർത്ഥന, ആരാധന എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ നീതിയും കാരുണ്യവും സത്യവും പരമാർത്ഥതയും ഒന്നുമില്ല. ഹല്ലേലൂയ. അതെല്ലാം മാറ്റി വെച്ചേക്കുക. ഹല്ലേലൂയ. വേലക്കാരന് കൂലി കൊടുക്കത്തില്ല, ഹല്ലേലൂയ. ഒരു നന്മ ചെയ്യത്തില്ല, ദൈവത്തിന് പ്രസാദമായിട്ടുള്ളതല്ല. അടിസ്ഥാനപരമായ മനോഭാവങ്ങൾ, ഉദ്ദേശങ്ങൾ ഇതൊന്നും ശുദ്ധിയുള്ളതല്ല. ഹല്ലേലൂയ. പുറമെ അങ്ങോട്ട് ആചരിക്കുക, ചടങ്ങായിട്ട് വെക്കുക. എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും എല്ലാം ഉപവസിക്കുക. അതിപ്പം ചടങ്ങാ, അല്ലെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല. ഈ വെള്ളിയാഴ്ച ഉപവസിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഉപവസിക്കാന്നങ്ങ് പറയുക. പക്ഷെങ്കിൽ ഉപവസിക്കുന്നതെന്ന് പറയുന്നതല്ലാതെ ദൈവത്തോട് കൂടെ വസിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഹല്ലേലൂയ വിഘാതം ഉണ്ടാകരുത്. നാം ഉപവസിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധമെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത് നാം മറന്നു പോകരുത്. ഉപവസിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും നിങ്ങളുടെ വിവാഹത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണം അല്ല ഇന്ന് നിങ്ങൾ നോമ്പ് നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പല പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്താത്തത്. എന്നുവെച്ച് പറയുക, എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യന് ആത്മപതന ദിവസവും ഇങ്ങനെയുള്ളതാണോ? തലയെ വേഴത്തെ പോലെ കുനിക്കുന്നു, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുന്നു. ഇതാകുന്നു ഉപവാസം. ഇവർ ചെയ്യുന്നുണ്ട്, തലയെ കുനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ തലയെ കുനിക്കുന്നുണ്ട്, തലയെ വേഴത്തെ പോലെ കുനിക്കുന്നു. വേഴം എന്ന് പറയുന്നത് ഒരു സസ്യമാണ്. അതിന്റെ ഇലയ്ക്കകമൊക്കെ പൊള്ളയായിട്ടുള്ളതാ. കാറ്റടിക്കുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കുനിഞ്ഞു വരും, പിന്നെ നൂരും. ആ രീതിയിൽ ഹല്ലേലൂയ ഉള്ള ഒരു ചെടിയാ, ഒരു സസ്യമാ. ഇതിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യും, തലയൊക്കെ കുനിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഉപവസിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉപവസിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് നേരെയാകും, മറ്റെല്ലാം മറന്നുപോകും. തീരുമാനവും പ്രതിഷ്ഠയും ഒന്നും പിന്നില്ല. ഹല്ലേലൂയ. നീ ചുമ്മാ തല കുനിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ തല കുനിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. നീ വേഴത്തെ പോലെ തല കുനിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. നീ കുനിക്കേണ്ടതുപോലെ കുനിക്കണം. നീ ഉപവസിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ, യേശു ക്രിസ്തു ഉപവസിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പോലും പിശാച് അടുക്കലുണ്ടായിരുന്നു, പരീക്ഷിച്ചു. ഹല്ലേലൂയ. അത് നീ മനസ്സിലാക്കണം. നീ ഉപവസിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് മൂർച്ചയോടുകൂടെ നിന്റെ അടുക്കലുണ്ട്. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഹല്ലേലൂയ, അവൻ പല രീതിയിലായിരിക്കാം. നിന്റെ ഭവനത്തിലുള്ളവരുമായിട്ടായിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങളുടെ രൂപത്തിലായിരിക്കാം. എങ്ങനെയൊക്കെ നിന്റെ സംസാരത്തെ ഹല്ലേലൂയ കളയുവാൻ, നീ പ്രബോധിച്ചതിന് ഫലമില്ലാതാക്കുവാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. എന്നാൽ അത് നീ മനസ്സിലാക്കണം. ഉപവാസത്തിൽ ഇരിക്കുന്ന നീ അത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പോരാട്ടം എൻ്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകും. ഞാൻ ഉപവസിക്കുവാനിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ അന്നേരം താഴ്ത്തി വെച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ താഴ്മ നമ്മൾ ഭരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വരുന്ന ശത്രുവിന്റെ ഹല്ലേലൂയ പ്രതിസന്ധികളെ, നമ്മുടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ മാനസാന്തരം, താഴ്മ, ഏറ്റുപറച്ചിൽ, അനുതാപം, ഇതൊക്കെ ഹൃദയത്തിൽ നിന്നാ വരണ്ടേ, അല്പസമയത്തേക്ക് മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. ഉപവസിക്കുന്ന നമ്മളത് മനസ്സിലാക്കണം. ഉപവാസത്തിന് എന്തുകൊണ്ട് ഹല്ലേലൂയ മറുപടി ഇല്ലാതെയായി പോകുന്നു? ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. ഉപവസിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് തിരിച്ച് ഹല്ലേലൂയ ഒന്ന് ചിന്തിക്കണം. എവിടെയൊക്കെയാ കുറവുകൾ, എവിടെയൊക്കെ ഇടിവുകൾ ഉള്ളത്, അതൊക്കെ മനസ്സിലാക്കി വെച്ച് ഹല്ലേലൂയ സ്വയം ഒന്ന് പണിതെടുക്കണം. പണിതെടുത്തേച്ച് ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ പണി ഹല്ലേലൂയ കൊണ്ട് തകർക്കാനല്ല, അതിനനുവദിക്കരുത്. പിശാച് നിൽപ്പുണ്ട് അതിനു വേണ്ടി. ഹല്ലേലൂയ. അത് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവശബ്ദം നീ കേൾക്കണം. ഹല്ലേലൂയ. അത് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം തന്നെ 29:13 പറയുന്നുണ്ട്, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ട് അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം അവർ എങ്കിൽ നിന്ന് ദൂരത്താക്കി വെച്ചേക്കുക. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയാ. അങ്ങനെ ആകരുത്. സമ്പ്രദായങ്ങളല്ല. ഉപവാസം എന്ന് പറയുന്നത് ഒരു സമ്പ്രദായമല്ല, റൊട്ടീനായിട്ട് ചെയ്തു പോകേണ്ട കാര്യമല്ല. ഈ ആഴ്ച എടുത്തുകൊണ്ട് അടുത്ത ആഴ്ച എടുക്കണമെന്നൊന്നുമില്ല. നീ നിന്നെ തന്നെ ഒരുക്കി ഹല്ലേലൂയ. വേഴത്തെ പോലെ നീ തല കുനിക്കുന്നോണ്ടായില്ല. നീ രട്ടും ഹല്ലേലൂയ വെണ്ണീരിൽ കിടന്നിട്ട് കാര്യമില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് ദൂരത്തായി പോകരുത് നിന്റെ ഹൃദയം. നീയും ദൈവവുമായിട്ടുള്ള ആ ബന്ധം അത് നീ കീപ്പ് ചെയ്യണം. ദൈവത്തോട് നീ സംസാരിക്കണം. ദൈവത്തോട് നീ ദൈവശബ്ദം കേൾക്കാൻ നീ നിന്റെ കാതുകളെ ഹല്ലേലൂയ കേൾവി തുളയ്ക്കണം. നിന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ഹൃദയത്തിന് പരിച്ഛേദന വരുത്തണം, ചെവിക്ക് പരിച്ഛേദന വരുത്തണം, കണ്ണിന് പരിച്ഛേദന വരുത്തണം. സ്വയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധി അടുത്തിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധി അടുത്തിരിക്കുമ്പോഴാ ഹല്ലേലൂയ, അങ്ങനെ ദൈവവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാ ഹല്ലേലൂയ ദൈവിക പ്രവർത്തകന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുന്നത്. പരീശന്മാരെ പോലെ ആകരുത്. ഹല്ലേലൂയ. അവർ പുറമെല്ലാം കഴുകി വെടിപ്പാക്കുക, അകത്തെല്ലാം ക്ലാവ് പിടിച്ചിരിക്കുക. ഇന്നും പലരുടെയും ജീവിതത്തിൽ ഇതേ അവസ്ഥയാണ്. ഹല്ലേലൂയ. പുറമെല്ലാം വെളുപ്പ, മറ്റുള്ളവർ കാണേണ്ടതിനൊന്നുമല്ല നമ്മൾ ഉപവസിക്കേണ്ടത്. നമുക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഞാൻ 5 ആഴ്ചയായിട്ട് ഉപവസിച്ചെന്നും 10 ആഴ്ചയായിട്ട് ഉപവസിച്ചെന്നും പറയാനല്ല ഉപവാസം. ഹല്ലേലൂയ. നീ എപ്പോ ഉപവസിക്കാനിരിക്കുന്നോ അന്നേരം ദൈവവുമായിട്ടുള്ള ബന്ധം ക്ലിയറാക്കണം. ഹല്ലേലൂയ. അതാ നിനക്ക് വേണ്ടത്. പാപ സ്വഭാവം മാറ്റണം. ഹല്ലേലൂയ. നിന്റെ മനോഭാവം മാറ്റണം. നിന്റെ രഹസ്യ ജീവിതം ക്രമീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. ജഡത്തിന്റെ വികാരങ്ങളെ ഒതുക്കണം. പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ ഉപവാസം ആവശ്യമാണ്. അതിനുവേണ്ടി ഉപവസിക്കേണ്ടത് അങ്ങനെ തന്നെ വേണം. ആദിമപിതാക്കളായ ആദാമും ഹവ്വായും തോട്ടത്തിൽ ദൈവതേജസ്സിനകത്ത് വസിച്ച് കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ ഒക്കെ പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞ് പിശാചി എന്ന് അവരെ പ്രലോഭിപ്പിച്ചപ്പോൾ അതിലത് വീണുപോയി. ഹല്ലേലൂയ. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചു, പ്രലോഭനമായിട്ട് കടന്നു ചെന്നു. അതേ പ്രലോഭനമായി ചെന്ന് ഹല്ലേലൂയ ഭക്ഷിപ്പാനൊക്കെ ഉള്ളത് കൊണ്ടു കൊടുത്തു. എന്നാലും ഹല്ലേലൂയ യേശു അതിനെ എന്ത് ചെയ്തു? അതിജീവിച്ചു. ദൈവവചനത്താൽ അതിനെ അതിജീവിച്ചു. ദൈവമക്കളെ ഹല്ലേലൂയ യേശു ക്രിസ്തു ഹല്ലേലൂയ
40 ദിവസം ഉപവസിച്ച് ഹല്ലേലൂയ അതിനുശേഷം തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചേച്ച ഹല്ലേലൂയ പോകുന്നത്. അവിടെ പിശാച് പരീക്ഷിക്കാനുണ്ടായിരുന്നെങ്കിലും ദൈവദൂതന്മാര് പരിചരിക്കാനുണ്ടായിരുന്നു, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ദൈവദൂതന്മാരുണ്ടായിരുന്നു. അത് നാം മനസ്സിലാക്കണം. ഉപവാസവും പ്രാർത്ഥനയിലും നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ തൻ്റെ ദൂതന്മാരെ നമുക്ക് കാവൽ ചുറ്റുമായിട്ട് നിർത്തും. അത് നാം മറന്നു പോകരുത്. അങ്ങനെയുമുണ്ട് ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ താഴേണ്ടിടത്ത് നമ്മൾ താഴണം. ദൈവിക പദ്ധതിക്കായി നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഉപവാസം ദൈവത്തിന് പ്രസാദകരമാവുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ പ്രലോഭനങ്ങളാൽ പരീക്ഷിച്ച പിശാച പിന്നാണോ നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ കടന്നു വരാത്തത്? നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞേച്ച് കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ദൈവസന്നിധി കരഞ്ഞു, പ്രാർത്ഥിച്ചു, വളരെ നിലവിളിച്ചു, എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ടേ ആ ഫലം കാണാതിരിക്കത്തക്കവണ്ണം പിശാച് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അവിടെ കൊണ്ടാക്കും, ഒരു ഫാക്ടർ അവിടെ കൊണ്ടുവന്ന് വെക്കും. വെച്ചേച്ച് ഹല്ലേലൂയ നമ്മുടെ ഉപവാസത്തിന്റെ ആ ഹല്ലേലൂയ ആ ഫലം തട്ടിത്തെറിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ വായിൽ നിന്നൊരു വാക്കാകാം, നമ്മുടെ പ്രവൃത്തിയാകാം, നമ്മുടെ നോട്ടമാകാം, ഒക്കെ കൊണ്ടിട്ടേച്ച് അതിനെ തട്ടിത്തെറിപ്പിക്കും. പിശാചിനൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ ദൈവത്തോട് കൂടെ വസിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി നീ ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഉപവാസം അത്യാവശ്യമാണ്. എന്നാൽ അത് ഉപവസിക്കേണ്ട രീതിയിൽ നീ ഉപവസിക്കണം. യോവേൽ പ്രവാചകനോട് ദൈവം ഒരിക്കൽ ഇടപെട്ടു, നീ ഉപവാസം ഡിക്ലെയർ ചെയ്യണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 12-ാം വാക്യം മുതൽ നമുക്ക് കാണാം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലിനോടും വിലാപത്തോടും എങ്കിലേക്ക് തിരുവീൻ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. അന്നേരം കരച്ചിലും വിലാപവും തിരിച്ചിലും എല്ലാം ഈ ഉപവാസത്തിനകത്തുണ്ട്. അത് വേണം. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ തിരിയണം, ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ ദൈവം ചില അനർത്ഥങ്ങളെ കുറിച്ചൊക്കെ അനുതപിക്കും, വരാനിരിക്കുന്ന ചില അനർത്ഥങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നമുക്ക് നല്ല പരിചയമാണ് നിനവേല്. ഹല്ലേലൂയ. യോന പ്രസംഗിച്ചപ്പം നിനവേലെ ആ രാജാവ് സിംഹാസനം വിട്ട് രാജാവ് ഉൾപ്പെടെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വരാനിരുന്ന വലിയൊരു അനർത്ഥത്തെ ഹല്ലേലൂയ ദൈവം അവിടെ നിന്ന് മാറ്റുക. ദൈവമക്കളെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ 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 അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മുടെ ദൈവം ഭയങ്കരനായ ദൈവമാ, അനുതപിക്കുന്ന ദൈവമാ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നമ്മുടെ അനർത്ഥങ്ങളൊക്കെ മാറ്റിത്തരും. അത് ഹല്ലേലൂയ എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി താഴ്ത്തുന്ന അനുസരിച്ചാ. നാം എത്രമാത്രം ദൈവസന്നിധി താണു കൊടുക്കുമോ അത്രമാത്രം ആ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും. നമുക്കറിയാം, ഫലമുള്ള വൃക്ഷങ്ങളിലെ ഫലമുള്ളപ്പോൾ എന്ത് ചെയ്യും? വൃക്ഷം താണാവുന്നത്, മുകളിലോട്ടല്ലേ ഇരിക്കുന്നത്, താണു പോവുക. ദൈവിക ഫലം നമ്മൾ പുറപ്പെടണം, ദൈവസന്നിധിയിൽ താണു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ യോവേൽ പ്രവാചകൻ പറഞ്ഞ് ദൈവജനം ദൈവത്തെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവർക്ക് വീഞ്ഞും ധാന്യവും എല്ലാം കൊടുത്തു. അവരെ ദൈവം ആദരിച്ചു. അവരുടെ ശത്രുക്കളുടെ മുമ്പാകെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ശത്രുക്കളെ അവരുടെ ഇടയിൽ നിന്ന് നീക്കി അവരുടെ നിന്ന മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. എന്ന് വെച്ച് ദൈവം പറയുന്നുണ്ട്, ഈ ജനം ഒരു നാളും എന്ത് ചെയ്ത് ലജ്ജിച്ചു പോകില്ല. കാരണം ഇവർ ദൈവത്തിന്റെ അടുക്കലാണ് വസിക്കുന്നത്. കർത്താവിന്റെ അടുക്കൽ നാം വസിക്കുന്നെങ്കിൽ നാം ലജ്ജിച്ചു പോകുകയില്ല. ദൈവമക്കളെ, പ്രതിസന്ധി വന്നോട്ട്, പ്രതികൂലം വന്നോട്ട്, രോഗം വന്നോട്ട്, ദുഃഖം വന്നോട്ട്, ഇതെല്ലാം ഉണ്ടെന്ന്, എന്നാൽ നീ ദൈവത്തോട് കൂടെയാ വസിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഇതിൽ നിന്നൊക്കെ ദൈവം നിന്നെ വിടുവിക്കും. നീ ഒരു നാൾ ലജ്ജിച്ച് പോകത്തില്ല. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലൊക്കെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവം കൂട്ടത്തിലുണ്ടെങ്കിലേ ഇത് സാധിക്കത്തുള്ളൂ, ഇല്ലെങ്കിലൊക്കത്തില്ല. ഹല്ലേലൂയ. ഹോശേയ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കറിയാം, യഹോശാഫാത്ത് മോവാബരും അമ്മോന്യരും മെയൂര്യരും എല്ലാം യുദ്ധത്തിന് വന്നു. വലിയൊരു ജനസമൂഹമാണ് വന്നത്. അവൻ ഭയപ്പെട്ടു. പക്ഷെങ്കിൽ ഭയപ്പെട്ടപ്പോൾ അവൻ മാനുഷിക സഹായത്തിനല്ല പോയത്, ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തോട് സഹായം ചോദിച്ചു. ദൈവമക്കളെ, ഭയപ്പാടുകള്, ഭീതികള്, നിരാശകള്, രോഗങ്ങള് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ മാനുഷികമായ ഹല്ലേലൂയ കാര്യങ്ങൾ നാം ഹല്ലേലൂയ ഹെൽപ്പിന് പോകരുത്. ദൈവസന്നിധിയിൽ താണിരിക്കണം. ഹല്ലേലൂയ. യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ താണിരുന്നു, പൂർണ്ണമായിട്ട് ഉപവസിച്ചു, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിങ്കിലേക്ക് അവന്റെ കണ്ണുയർത്തി, എനിക്ക് ശക്തിയില്ല കർത്താവേ,
എനിക്ക് കഴിയുകയില്ല കർത്താവേ എന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം നോക്കണം, അവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് ദൈവിക ആലോചന കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഒരു വിഷയത്തിന്മേൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വേറെ ഒരാളുടെ അടുക്ക് തേടി പോകണ്ട. നമ്മൾ ദൈവശബ്ദത്തിന് വേണ്ടി ദൈവം അവിടെ എഴുന്നേൽപ്പിക്കും. കൂട്ടത്തിലുള്ളത് തന്നെ ഒരാളെ എഴുന്നേൽപ്പിച്ച് ദൈവം എന്ത് ചെയ്തു? ആലോചന കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ യുദ്ധം, ദൈവം യുദ്ധം ചെയ്യും, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാലേ അത് പറ്റുകയുള്ളൂ. മാനുഷികമാകുന്ന ഹെൽപ്പുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല. ഹല്ലേലൂയ. തന്നെയല്ല, പതിയിരിപ്പുകാരെ വരുത്തിയച്ച് അവരുടെ മുമ്പിൽ പൊരുതി, ഹല്ലേലൂയ, അതിനെല്ലാം നിർമൂലമാക്കി. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും സാധിക്കാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥിക്കാത്ത, ഉപവസിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ല എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ അത് കറക്റ്റ്. ഹല്ലേലൂയ. ജീവിതത്തിന്മേൽ, നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥമായിട്ടാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസമായിരിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസമായെങ്കിലേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ, അല്ല എങ്കിൽ കിട്ടുകയില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 21-ാമത് വാക്യം ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് ഹല്ലേലൂയ അങ്ങോട്ട് നീങ്ങുക, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നും അസാധ്യമാവുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവേ, ഹല്ലേലൂയ, ഒരു മനുഷ്യന് ഹല്ലേലൂയ തൻ്റെ മകനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ തീയിലും വെള്ളത്തിലും ഒക്കെ പലപ്പോഴും വീടുന്ന ചന്ദ്രരോഗം പിടിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവന്നപ്പം ശിഷ്യന്മാർ അടുക്ക കൊണ്ടുവന്നപ്പോൾ അവർക്ക് അതിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അടുക്ക കൊണ്ടുവന്നു. യേശു ക്രിസ്തു ഹല്ലേലൂയ അത് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ ശിഷ്യന്മാർക്ക് കഴിയാഞ്ഞത് യേശു ക്രിസ്തു ഹല്ലേലൂയ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അവൻ വിട്ടുപോയി. അതിന് ശിഷ്യന്മാര് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം രഹസ്യമായിട്ട് ഹല്ലേലൂയ സ്വകാര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നേ ചോദിച്ചു, ഹല്ലേലൂയ അതിനെ ഞങ്ങൾക്ക് എന്താ പുറത്താക്കാൻ സാധിക്കാഞ്ഞത്? ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ട് എന്താ ഇത് കഴിയാഞ്ഞത്? ഹല്ലേലൂയ. ദൈവ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് പ്രസംഗിക്കാൻ, അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ അല്ലേ? അതിന് അധികാരം കൊടുത്തിരുന്നതല്ലേ? അധികാരം കൊടുത്തിരുന്ന എന്നുവെച്ച് ഞങ്ങൾക്ക് എന്താ ഇത് സാധിക്കാതെ പോയത്? ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോഴാ അല്ല യേശു പറഞ്ഞത്, അല്ലെ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല. ദൈവത്തിൽ അസാധ്യമായിട്ടില്ലാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. എന്തെല്ലാം തടസ്സമുണ്ടായാലും, ഏത് പ്രശ്നമുണ്ടായാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒന്നും അസാധ്യമാവുകയില്ല. ഹല്ലേലൂയ. യേശു പറയുക, എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യില്ല? നീങ്ങിപ്പോവുകയില്ല. ഹല്ലേലൂയ. ഉപവസിക്കുന്നവന്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഹല്ലേലൂയ അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ നിന്റെ ജീവിതത്തിന്മേലുണ്ടാകും. ഇവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തിന്റെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. ഹല്ലേലൂയ. ന്യായരഹിതമായ ബന്ധനങ്ങൾ, ഹല്ലേലൂയ, അത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അഴിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും, അധികാര ദുരുപയോഗം ചെയ്യുന്നതും, മറ്റുള്ളവരെ സ്വാതന്ത്ര്യമില്ലാതെ പിടിച്ചു വെക്കുന്നതും, ഭയവും നിരാശയും ഒക്കെ അങ്ങനെയുള്ള അന്യായ ബന്ധനങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്ത് ചെയ്യണം? മാറ്റണം. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ അന്യായവും പീഡയും കൊടുക്കുന്നവരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപവാസത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ന്യായരഹിതമായത് ഒന്നും ഉണ്ടാകരുത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ.
കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത കാണാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നത്? ദൈവം പറയുന്നുണ്ട്, സഹോദരന് നിനക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം തോന്നൽ വന്നു കഴിഞ്ഞാൽ യാഗപീഠത്തിൽ യാഗം കഴിക്കുന്നതിന് മുമ്പ് അവിടെ വച്ചേച്ച് നീ ചെന്ന് നിരപ്പാകണം. നിരപ്പാകേണ്ടത് നിരപ്പാകാതെ, ഹല്ലേലൂയ, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാതെ, കോപവും കയ്പും ഒക്കെ ഹല്ലേലൂയ അകത്ത് വെച്ചേച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ അത് അന്യായ ബന്ധനങ്ങളാ. അത് മുറുകത്തേ ഉള്ളൂ. അതിനെ വിടണം. ഹല്ലേലൂയ അതിനെ മാറ്റണം. ഹല്ലേലൂയ 2 നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കണം. നുഖമെന്ന് പറയുന്നത് എളുപ്പത്തിൽ തകർക്കാൻ പറ്റത്തില്ല. നുഖം കെട്ടിയാൽ സ്വാതന്ത്ര്യം നഷ്ടമാ, അടിമത്തമാ ഉള്ളത്. ഇത് നിങ്ങൾക്ക് അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. സ്വയമേ അത് അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. മറ്റൊരാൾ ഈ നുഖം അഴിച്ചു മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ചില നുഖങ്ങളെയൊക്കെ മാറ്റണം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. മത്തായി 11:28 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാ. നിങ്ങളുടെ കഴുത്തിലിരിക്കുന്ന ഭാരമേറിയ നുഖം അത് അഴിച്ചു മാറ്റിയിട്ട് ഞാൻ എൻ്റെ മൃദുവായ നുഖം അവിടെ വെച്ച് തരാം. ഹല്ലേലൂയ. പക്ഷേ എന്ത് ചെയ്യണം? നീ താഴണം, നീ ആകേണ്ടതുപോലെ ആകണം. ഹല്ലേലൂയ. മനുഷ്യൻ അന്യായ ബന്ധനത്തിലാണ്. അത് ബ്രേക്ക് ചെയ്യുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. യഥാർത്ഥമായി ക്രിസ്തുവിലായിരിക്കുന്നവരുടെയൊക്കെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നതാ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അടിമത്തത്തിൽ നിന്നും വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത നാം എന്ത് ചെയ്യും? വീണ്ടും അടിമനുഖത്തിൽ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോകുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. അതെന്ത് ചെയ്യും? കുടുങ്ങിപ്പോകരുതെന്ന് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവ ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ആയിത്തീരരുത്. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം ചെയ്യുവാനാകണം നമ്മൾ. ഹല്ലേലൂയ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനിടയാകണം. അവിടെ പറയുക, നുഖത്തെ തകർക്ക്, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വീണ്ടും പറയുക, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം ദൈവമക്കളെ. ഹല്ലേലൂയ. മനസ്സിൽ വ്യത്യാസം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തല കുനിക്കുന്നത് കൊണ്ടോ രട്ടെടുക്കുന്നത് കൊണ്ടോ നമ്മുടെ ഇരിപ്പോ ഹല്ലേലൂയ അതൊന്നും ദൈവത്തിന് ബാധകമല്ല. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ തകർന്നിരിക്കുന്നവരെ ഹല്ലേലൂയ ആത്മികവും ഭൗതികവുമായി ഒക്കെ നാം എന്ത് ചെയ്യണം? സഹായിക്കണം. നഗ്നരെയും ഹല്ലേലൂയൊക്കെ വീട്ടിൽ കൈക്കൊള്ളണമെന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതല്ല ഇവിടെ പറയുന്നത്. നമുക്കൊരു നിത്യതയുണ്ട്. നമ്മളിവിടെ പരദേശികളാണ്. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത അവർക്കും കാട്ടിക്കൊടുക്കണം. അത്യുന്നതന്റെ ചിറകിൻ കീഴ് ഹല്ലേലൂയ അഭയം പ്രാപിക്കുന്നവർക്ക് പൂർണ്ണ പ്രതിഫലം ഉണ്ടെന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. ആ ജോലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായി വിശന്നിരിക്കുന്നവരെയൊക്കെ ഹല്ലേലൂയ താങ്ങുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് ഇടയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം എന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൈവശമുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും സ്നേഹവും കരുതലും കരുണയും ഒക്കെ ഹല്ലേലൂയ നമ്മിലുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ ഹല്ലേലൂയ അവരാവശ്യത്തിലിരിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ കണ്ടിട്ട് അത് കാണാതെ അവഗണിച്ച് നടന്നിട്ട് നാം ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിച്ചു വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഹല്ലേലൂയ. എന്ത് പ്രയോജനം ഉണ്ടാവുന്നേ? നമ്മുടെ സഹോദരങ്ങളിൽ ഒരാൾ കഷ്ടത അനുഭവിച്ച് ഭാരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സമൃദ്ധിയിൽ ഇരുന്നേച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ ഉപവസിച്ചിട്ടൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം വയറുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം എങ്ങനെയാണോ അങ്ങനെയാ നിനക്ക് മറുപടി ലഭിക്കുന്നത്. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ട്, ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ വിശന്നിരുന്നു, എനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ ദാഹിച്ചു, അല്ലെങ്കിൽ കുടിപ്പാൻ തന്നില്ല. എങ്ങനെ? ഈ ചെറിയ വല്ലൊരാൾക്ക് ചെയ്യുന്നതാ. ഹല്ലേലൂയ. ദൈവമക്കളെ മറന്നു പോകരുത്. ഹൃദയവും ദൈവവുമായിട്ട് ബന്ധമുള്ളത്. ഉപവാസം എന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ മനസ്സിലാക്കണം. ശമരിയാക്കാരൻ്റെ ഉദാഹരണം ഒരു നല്ല എക്സാമ്പിളാ. വഴിയിൽ കിടന്നു, ഹല്ലേലൂയ
വഴിയിൽ കിടന്നേച്ച് തനിക്ക് നല്ല ശമരിയക്കാരൻ അല്ലെങ്കിൽ അവനെ എടുത്തേച്ച് ചെയ്യാവുന്ന ഭൗതിക കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേച്ച് സത്രത്തിൽ കൊണ്ടാക്കിയിട്ട് ഇനിയും വല്ലതും കൂടുതൽ ചെലവിട്ട് അത് ഞാൻ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യന് ഏറ്റവും ആശ്വാസമായതെന്തുവാ? അവനെ ആ വഴിയരികെ തള്ളിക്കളയാതെ അവിടുന്ന് എടുത്തോണ്ട് എന്ത് ചെയ്തു? സത്രത്തിൽ കൊണ്ട് ചെന്നു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇതെല്ലാം കിട്ടുമോ? ഹല്ലേലൂയ. നമ്മെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ സ്വാന്തനപ്പെടുത്തുവാൻ ഒരാളുള്ളത് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അതല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ ഭാരത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് ആശ്വാസ വാക്ക് പറയണം. ഇത് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നേ, ഹല്ലേലൂയ, നിന്നെ കഷ്ടത്തിലാക്കിയിരിക്കുന്ന മറ്റുള്ളവർക്ക് കഷ്ടത വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനാ. നിന്നെ ദുഃഖത്തിലാക്കുന്ന അങ്ങനെയാ. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ. ഹല്ലേലൂയ. നാം മറ്റുള്ളവർക്ക് ആശ്വാസമാകണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മളുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകണം. ഉപവാസത്തിൽ മനോഭാവങ്ങൾ മാറ്റം വരണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളാ മാറേണ്ടത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ മാറ്റാനായിരിക്കുന്നത്. നമ്മൾ ഉപവസിക്കുന്നത് എന്തിനാ? ദൈവം ഇന്നത് ചെയ്ത് തരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റത് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന് ആ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുക ദൈവത്തിനോട്. അങ്ങനെ ചെയ്യണം കർത്താവേ, എനിക്ക് ഇത് തരണം, അത് ചെയ്യണം. അങ്ങനെയല്ല, നമ്മൾ മാറണം. കർത്താവേ, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം ഞാനാ, എവിടെയൊക്കെയാണ് അതുള്ളത്, അത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റണം കർത്താവേ എന്ന് ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഹല്ലേലൂയ ലാസ്റ്റ് പറഞ്ഞു വരുന്ന സമയം പോകുന്നു, നിന്റെ ആ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ദൈവത്തിന് പ്രസാദകരമായ ഉപവാസം നടത്തുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറും, ആത്മീയതയിലുള്ള തണുപ്പ് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയമായുള്ള എല്ലാ തണുപ്പും മാറി പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നിനക്ക് നിൽക്കുവാൻ കഴിയും. നിന്റെ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയേച്ച് ഹല്ലേലൂയ മധ്യാഹ്നത്തിൽ സൂര്യൻ ഉദിക്കുവാനുള്ള തിളക്കം നിനക്കുണ്ടാവും. ഹല്ലേലൂയ. നിന്റെ വെളിച്ചം മങ്ങിപ്പോയിട്ടുണ്ടോ? കെട്ടുപോയിട്ടുണ്ടോ? ഹല്ലേലൂയ. അതെവിടെയൊക്കെയാണ്? അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ എഴുന്നേക്ക്. ഹല്ലേലൂയ. പ്രകാശം വന്നിരിക്കുക നിന്റെ മേൽ. ഹല്ലേലൂയ. ഉദിച്ചിരിക്കുക. ആ പ്രകാശം മനസ്സിലാക്കിക്കൊണ്ട് നീ തന്നെ ഒന്ന് ഹല്ലേലൂയ ഒരുക്കിയെടുത്ത് ദൈവസന്നിധിയിൽ. രണ്ടാമത്, നിന്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും. ചിലരുടെ മുറിവുകൾ എത്ര ചികിത്സിച്ചിട്ടും ഭേദപ്പെടുന്നില്ല. യെശയ്യാപ്രവാചകൻ അവിടെ പറയുന്നുണ്ട്, ഇനിയും നിങ്ങളെ അടിച്ചിട്ട് പ്രയോജനമില്ല. തല മുഴുവൻ ദീനം വരെ, ഹൃദയം വരെ മുഴുവനും രോഗം പിടിച്ചിരിക്കുക. ഇതുപോൽക്കാലം ഹൃദയത്തെ കഴുകണം. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം. ഹല്ലേലൂയ. ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ എല്ലാ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയോ? എല്ലാ കുരുടനെയും സൗഖ്യമാക്കിയോ? എല്ലാ മരത്തിൽ നിന്ന് എല്ലാ മരത്തെ കയറിയവരെ എല്ലാവരെയും ഇറക്കിയോ? അവരെ എല്ലാം വീട്ടിൽ പോയി താമസിച്ചോ? ഹല്ലേലൂയ. ഒന്നുമില്ല. ഹല്ലേലൂയ. എല്ലാ വിധവന്മാരെ സഹായിച്ചു? ഇല്ല. എല്ലാവരെയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച്? ഇല്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ ആവശ്യമനുസരിച്ച, നീ ദൈവത്തോട് കടന്നില്ലെന്നെ അനുസരിച്ച. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ വരുന്നത്. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ ആവശ്യബോധത്തോടുകൂടെ പശ്ചാത്തപിക്കുവാൻ മനസ്സുള്ളവരായിട്ട് ദൈവസന്നിധിക്ക് അടുത്തു വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. പിന്നെ താഴോട്ട് വരുന്ന ഭാഗങ്ങൾ ഹല്ലേലൂയ നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ നിന്ന് വന്നപ്പോൾ പിറകിൽ ഫറവോനും സൈന്യവും വരുമ്പോൾ ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി ഹല്ലേലൂയ ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നിൽ വന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി. രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അവയുടെ മധ്യേ നിന്നു. ഹല്ലേലൂയ. അവർക്ക് അന്ധകാരം, ഇവർക്കോ പ്രകാശമാക്കി കൊടുത്തു. ദൈവമക്കളെ, ദൈവമഹത്വം നമുക്ക് പിമ്പടയായി ഹല്ലേലൂയ നമുക്ക് ചുറ്റും പ്രകാശമായിട്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ വാതിലുകളെല്ലാം അടഞ്ഞോട്ട്, മുമ്പിലും പ്രതിസന്ധി പിമ്പിലും പ്രതിസന്ധി, 4 സൈഡും നമ്മളെ ബന്ധിച്ചോട്ട്. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് അവന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ നടത്തുവാൻ ശക്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉപവാസം വ്യക്തമായി മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഹല്ലേലൂയ. കപടമില്ലാത്ത ഉപവാസമായിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ക്രമീകരിച്ച് വേണം ചെയ്യാൻ. ദൈവസന്നിധി താഴ്ത്തി വേണം ചെയ്യാൻ. ദൈവത്തോട് കൂടെ ഇരിക്കും. നമ്മൾ എത്ര ദിവസം ഉപവസിച്ചെന്നോ, എത്ര ഹല്ലേലൂയ മണിക്കൂർ ഉപവസിച്ചെന്നോ ഒന്നുമല്ല. നമ്മൾ ഇരിക്കുന്ന സമയം ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ കറക്റ്റ് ആയിരിക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ ബന്ധത്തിൽ തന്നെ നാം നടക്കണം. അവിടെ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ മനസ്സിലാക്കണം. പിശാച് പലതും കൊണ്ടുവന്ന് വെക്കും നമ്മുടെ ഉപവാസം ഫലപ്രദമാകാതിരിക്കാൻ.
ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ തച്ചുടയ്ക്കുവാൻ പിശാച് പല ഓബ്സ്റ്റക്കിൾസിനെ, തടസ്സങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഉപവാസം കഴിയുമ്പോൾ തിരിച്ചറിയണം. ഇനി പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കുന്ന ദൈവമാണ്. വരണ്ടയിടത്ത്, മരുഭൂമിയിൽ, ഒരു ആഹാരവും ലഭ്യമല്ലാത്തടത്ത്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലാത്തടത്ത് നിന്റെ വിശപ്പും ദാഹവും ദൈവം നീക്കും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. തന്നെയല്ല, തലമുറയായ അടിസ്ഥാനം ഇട്ടിട്ട് ഇതുവരെ പണി നടന്നിട്ടില്ലെങ്കിൽ, അത് കെട്ടിപ്പൊക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, അത് നിന്റെ സന്തതി അത് പണിയും. ഹല്ലേലൂയ. ചില പണികൾ നടക്കും. ഹല്ലേലൂയ. നിനക്ക് പുതിയ പേര് പറയും. ഇടിച്ചു കളയവെന്നും പൊളിച്ചു കളയുന്നവനൊന്നുമല്ല, കേട് തീർക്കുന്നവനെന്ന് നിനക്ക് പേര് പറയും. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഒരു നിമിഷം ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഉപവാസങ്ങളൊക്കെ ദൈവത്തിന് പ്രസാദകരമാണോ അല്ലയോ എന്ന് സ്വയം ചിന്തിക്കാം. ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിന് പ്രസാദകരമായ ഉപവാസം ചെയ്യുവാൻ ദൈവം എനിക്കിടയാക്കി തന്നെ. ഞാൻ പലപ്പോഴും ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവമേ, ഹല്ലേലൂയ, ഇനിയുമുള്ള എൻ്റെ ഉപവാസങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുവാനിടയാകണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കും, ദൈവത്തോട് കൂടെ വസിപ്പാൻ. ഹല്ലേലൂയ. ദൈവസന്നിധി പൂർണ്ണമായി സമർപ്പിപ്പാൻ. ഹല്ലേലൂയ. ദൈവിക അനുഗ്രഹങ്ങൾ, നന്മകൾ, ഹല്ലേലൂയ, അതെല്ലാം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായി അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കൃപ ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുക. വെറുതെ തല കുനിച്ചത് കൊണ്ടോ രട്ടുടിച്ചത് കൊണ്ടോ ഒന്നും ആകില്ല. ഹൃദയത്തെ ദൈവസന്നിധിയിൽ കീറണം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിടുതൽ പ്രാപിച്ച് ഈ ദിവസങ്ങൾ മുന്നേറുവാൻ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഹാലിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന പാസ്റ്റിന് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരുന്നുകൊള്ളുന്നു. മാറാനാഥ.